ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഫലപ്രദമായ ജീവിതം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. സങ്കീർത്തനങ്ങൾ 1-ാം അധ്യായം 3-ാം വാക്യം. അവൻ ആറ്റീരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ 150 സങ്കീർത്തനങ്ങൾ ഉണ്ടെങ്കിലും ആദ്യ സങ്കീർത്തനത്തിൽ തന്നെ സങ്കീർത്തനക്കാരൻ ഫലവത്തായ ജീവിതത്തെക്കുറിച്ച് എഴുതുന്നു. ഫലവത്തായ ജീവിതം ഒരു വാതിൽ പോലെയാണ്. ആ വാതിലിന് 2 പ്രവർത്തനങ്ങളുണ്ട്. ആളുകളെ അകത്തേക്ക് കടത്തിവിടുക മാത്രമല്ല, അനാവശ്യമായ കാര്യങ്ങൾ വീട്ടിൽ നിന്ന് ഒഴിവാക്കാനും ഇത് ഉപയോഗിക്കുന്നു. നമുക്ക് ആത്മാവിന്റെ ഫലം ലഭിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിന്റെ വാതിൽ 2 കാര്യങ്ങൾ ചെയ്യണം. ഉള്ളിൽ നിന്ന് ചില കാര്യങ്ങൾ നമ്മൾ പുറത്തു വിടണം, ചില കാര്യങ്ങൾ പുറത്തു നിന്നും കൊണ്ടുവരണം. നാം പരിശുദ്ധാത്മാവിനെ അകത്തേക്ക് കൊണ്ടുവരണം. സാത്താനെ പുറത്താക്കുകയും അവൻ തിരികെ വരാതിരിക്കാൻ അവനെ പൂട്ടുകയും വേണം. ഗലാത്യർ 5-ാം അധ്യായം ആത്മാവിന്റെ ഫലത്തെക്കുറിച്ച് മാത്രമല്ല, ജഡത്തിന്റെ പ്രവൃത്തികളെക്കുറിച്ചും പറയുന്നു. നമുക്ക് പരിശുദ്ധാത്മാവിൽ നിന്ന് ഫലങ്ങൾ ലഭിക്കുന്നു. പ്രവൃത്തികൾ ജഡത്തിൽ നിന്ന് വരുന്നവയാണ്. ഈ അധ്യായത്തിൽ ആത്മാവിന്റെ 9 തരം ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നു. ജഡത്തിന്റെ 17 പ്രവൃത്തികളും. ജഡത്തിന്റെ ഈ പ്രവൃത്തികൾ മനസ്സിന്റെ വാതിലുകളിലൂടെ നമ്മിൽ നിന്ന് പൂർണ്ണമായും നീക്കം ചെയ്യണം. സങ്കീർത്തനം 1-ൽ നീക്കം ചെയ്യേണ്ട മറ്റു പല കാര്യങ്ങളും പരാമർശിക്കുന്നുണ്ട്. അവ ദുഷ്ടന്മാരുടെ ആലോചന, പാപികളുടെ വഴി, പരിഹാസികൾ ഇരിക്കുന്ന സ്ഥലങ്ങൾ, അതോടൊപ്പം ഹൃദയവാതിലൂടെ അകത്തേക്ക് എടുക്കേണ്ട കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. കർത്താവിന്റെ നിയമത്തിൽ ആനന്ദിക്കുകയും രാവും പകലും അവന്റെ നിയമത്തെ ധ്യാനിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് എഴുതിയിരിക്കുന്നത് എങ്ങനെയെന്ന് ശ്രദ്ധിക്കുക. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെയായിരിക്കും. ജഡത്തിന്റെ പ്രവർത്തികൾ കൊണ്ടുവരാൻ ആയിരക്കണക്കിന് അശുദ്ധാത്മാക്കൾ പ്രവർത്തിക്കുന്നു. ഭൂതങ്ങളുടെ സൈന്യമുള്ള മനുഷ്യൻ തന്റെ ഹൃദയത്തിന്റെ വാതിൽ അടയ്ക്കാൻ അനുവദിച്ചില്ല. അതിനാൽ അശുദ്ധാത്മാക്കൾ ഒന്നിനു പുറകെ ഒന്നായി അവനിൽ പ്രവേശിച്ചു. ആയിരക്കണക്കിന് ആത്മാക്കൾ കടന്നുവരാൻ കാരണം അവൻ അവർക്ക് ഇടം നൽകിയതാണ്. പരിശുദ്ധാത്മാവിനാൽ നിറയാത്ത ഒരു മനുഷ്യന്റെ ശൂന്യമായ ഹൃദയം നിറയ്ക്കാൻ സാത്താൻ ഉത്സുകനാണ്. പിശാചുക്കളുടെ സൈന്യം ബാധിച്ച മനുഷ്യന്റെ ജീവിതം നിഷ്ഫലവും തികച്ചും വേദനാജനകവുമായിരുന്നു. ദൈവമക്കളെ, നിങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവായ യേശുക്രിസ്തുവിന് സമ്പൂർണ്ണമായി സമർപ്പിക്കുക. വാതിൽക്കൽ നിന്നുകൊണ്ട് മുട്ടുന്ന അവന്റെ ശബ്ദം നിങ്ങൾ കേട്ട് വാതിൽ തുറന്നാൽ അവൻ നിങ്ങളുടെ അടുക്കൽ വരും. നിങ്ങളുടെ ജീവിതം മുഴുവൻ ഫലവത്തായ ആത്മാവിന്റെ മഹത്വത്താൽ നിറയും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം ഉത്തമഗീതം 2-ാം അധ്യായം 3-ാം വാക്യം. കാട്ടുമരങ്ങളുടെ ഇടയിൽ ഒരു നാരകം പോലെ യൗവനക്കാരുടെ ഇടയിൽ എന്റെ പ്രിയൻ ഇരിക്കുന്നു. അതിന്റെ നിഴലിൽ ഞാൻ അതിമോദത്തോടെ ഇരുന്നു. അതിന്റെ പഴം എനിക്ക് രുചിക്ക് മധുരമായിരുന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ ഉൽപ്പത്തി 7, 8, 9 അധ്യായങ്ങൾ. വൈകുന്നേരം മത്തായി 3-ാം അധ്യായം. ആമേൻ.